ആശമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സർക്കാർ. മാർഗരേഖയ്ക്കെതിരെ നേരത്തെ ആശമാർ പ്രതിഷേധിച്ചിരുന്നു. വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ച ശേഷം പ്രായം പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആവശ്യം. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? അനന്തമ്പ്യാർ 2023 മാർച്ച് 2-ാം തീയതി കൊണ്ടുവന്ന ഒരു നിർദ്ദേശമായിരുന്നു ഈ ആശാ വർക്കേഴ്സിൻ്റെ അവരുടെ വിരമിക്കൽ പ്രായം എന്നുള്ളത്. അത് 62 വയസ്സായി നിജപ്പെടുത്തുക എന്നുള്ളത്. ഇത് പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമുണ്ടായി. പിന്നീട് ഈ മാർഗരേഖയൊക്കെയാണ് അടിസ്ഥാനപരമായി ആശാ വർക്കേഴ്സിൻ്റെ ഒരു സമരത്തിലേക്കൊക്കെ, നിരന്തര സമരത്തിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ അവരുടെ രാപ്പകൽ സമരം 69-ാം ദിവസം പുരോഗമിക്കുന്നു. അവിടെ പല വിധത്തിലുള്ള സമരമാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള സമരമാർഗ്ഗങ്ങളും ഒക്കെ കണ്ടതാണ്. പക്ഷേ സർക്കാർ ഇപ്പോഴും അവരുടെ ഭൂരിപക്ഷം ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യമായി അവർ ഉന്നയിച്ചിട്ടുള്ള വിരമിക്കൽ ആനുകൂല്യം അടക്കമുള്ള വിഷയങ്ങൾ സർക്കാർ ഈ ഘട്ടത്തിലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും അവർ നിലനിൽക്കുന്നു. എന്തായാലും കഴിഞ്ഞ മാർച്ച് 19-ാം തീയതി ചേർന്ന യോഗത്തിൽ അന്ന് ആശമാർക്ക് ഉറപ്പ് കൊടുത്തതിൽ ആകെ ഒരു ആവശ്യം മാത്രമാണ് നിലവിൽ അംഗീകരിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായും ആ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ 62 വയസ്സാക്കിയ തീരുമാനം മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ തീരുമാനം നിലവിലത്തെ ഈ പുതിയ സർക്കാരിൻ്റെ ഉത്തരവ് വന്നു അറിഞ്ഞല്ലോ. ഈ 62 വയസ്സാക്കി നിങ്ങളുടെ പെൻഷൻ പ്രായം വിരമിക്കുന്ന അല്ലെങ്കിൽ നിശ്ചയിച്ചപ്പെടുത്തുന്നത് തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നു. മറ്റ് ആവശ്യങ്ങൾക്ക് സർക്കാർ ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. ഇല്ല, നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള ഡിമാൻഡും വിരമിക്കൽ ആനുകൂല്യം എന്നുള്ള ഡിമാൻഡിനെ സംബന്ധിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഡിമാൻഡ് നേടിയെടുത്തിട്ട് നമ്മൾ സമരം അവസാനിപ്പിക്കത്തില്ല. 19-ാം തീയതി ചേർന്ന യോഗത്തിൽ ഇത്തരത്തിൽ കുറേ ഉറപ്പുകൾ തന്നിരുന്നു. യോഗങ്ങൾ ഉണ്ടാകുമെന്ന്, തുടർ ചർച്ചകളൊക്കെ ഉണ്ടാകുമെന്ന്. അതിലും വലിയ നടപടിയൊന്നും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇല്ല, അതിന് കമ്മിറ്റിയുടെ ഒരു പ്രപ്പോസൽ വന്നു. അതിനകത്ത് ഞങ്ങൾക്ക് ഉള്ള അഭിപ്രായ വ്യത്യാസം കമ്മിറ്റിയെ സംബന്ധിച്ചുള്ളത് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞത്. കാരണം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതിനും ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല. ബാക്കി ആശമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിനും ഒരു കമ്മിറ്റിക്ക് ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്നുള്ളത് ഞങ്ങൾ രേഖാമൂലം അവിടെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് ഇതുവരെ കമ്മിറ്റിയുടെ പ്രപ്പോസലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് ആശമാർ പറയുന്നത്. അതായത് പ്രതിഷേധവും സമരവും ഇവിടെ തുടരുക തന്നെ ചെയ്യും. പലവിധമായ സമരമാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരവധി ആശമാർ അവർ സമരത്തിൽ തുടരുന്നു. നിരാഹാര സമരം ഇന്ന് 31-ാം ദിവസമാണ്. 2025 ഫെബ്രുവരി 10 തുടങ്ങിയ ഈ സമരം അത് ഇന്ന് 69-ാം ദിവസത്തിലേക്ക് രാപ്പകൽ സമരവും എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ്. ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നവരൊക്കെ ഉണ്ട്. ക്ഷീണിച്ച് തളർന്ന് അവശരായി കിടക്കുന്നവരെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും സർക്കാർ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള പലവിധമായ ആവശ്യങ്ങൾ ഉയർത്തപ്പെട്ടിട്ടും അതിനൊന്നും നടപടികളിലേക്കോ പരിഹാരങ്ങളിലേക്കോ സർക്കാർ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു കാര്യം. 2023 ഈ 62 വയസ്സായി ഇവരുടെ ഒരു പ്രവർത്തന കാലാവധി അവസാനിപ്പിക്കുന്ന ആ ഒരു സമയപരിധി സർക്കാർ നിശ്ചയിച്ചത് തന്നെ വലിയ വിമർശനങ്ങൾക്കും മനുഷ്യാവകാശ പ്രശ്നമാണെന്ന രീതിയിലുള്ള ആരോപണങ്ങൾക്കും ഒക്കെ വഴിവെച്ചതാണ്. അതിനുശേഷവും സർക്കാർ അത്തരമൊരു തീരുമാനം അത് പൂർണ്ണമായും പിൻവലിക്കുന്നതിലേക്കല്ല പോയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് മരവിപ്പിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് മാത്രം ഇപ്പോൾ സർക്കാർ പോയിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിക്കൽ, പെൻഷൻ ആനുകൂല്യം നൽകണം, 5 ലക്ഷം രൂപ നൽകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളൊന്നും സർക്കാർ അംഗീകരിച്ചിട്ടില്ല. അനിൽ നമ്പ്യാർ.